നമുക്ക് ടയർ അടിച്ചു പിടിച്ചാലോ, എന്നിട്ട് പെട്ടെന്ന് കയറണേ. അമ്പൽ അമ്പൽ നമ്മളിവിടെ ഓറഞ്ച് ബോളിലൂടെ ഇറങ്ങിയിരിക്കുവാണേ. ടയറെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് പെട്ടെന്ന് എന്റെ കൊതം കീറൊന്നും ഇറങ്ങി ആഴ്ച. വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, നാളെ സിലിണ്ടർ കൂടി സെറ്റ് ആക്കി തന്നിട്ട് ഞാൻ ഉണ്ടാവും. എന്താണ് എന്താ എന്താ പാട്ട് അളിയ ടുബോറി തുടങ്ങി പോയി. ഞാൻ പെട്ടെ ചർച്ച വന്ന് ഇവിടെയാണ് അവന്മാര് എത്തുന്ന സ്ഥലം ഇതായിരിക്കും ഇവിടെ മന്ദാരം. ഇതെല്ലാം ഇൻഫോർമേഷൻ മാർക്കേ ഉള്ളതാണ്. 6 മണി ബാക്ക് ടു ബസ്സിനാണോ? നമ്മൾ അവന്മാരെ തേടി അടിക്കാനുള്ള കളിയാ. അപ്പൊ നിനക്ക് കാര്യമില്ല, നമ്മക്കാണ് അടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹോൾഡ് അല്ല. എടാ നീല, ഞങ്ങൾ ടയർ അടിച്ച് പൊട്ടിച്ച് ഇവിടെ ഓറഞ്ച് ബോളിൽ ഇവിടെ നിൽക്കട്ടെ. ഓറഞ്ച് ബോളിൽ ഇവിടെ നിൽക്കട്ടെ, കാരണം അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് ആദ്യം ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ വന്നിട്ടില്ല. എന്നാ നീ ഇറങ്ങ് കൊലയാടി. യൂട്യൂബ്സ് പോകാൻ ചന്ദ്ര അതെ യൂട്യൂബ്സ് ഞാൻ കേട്ട്. അവിടെ എന്താ കൊറേ ലൈറ്റ് കത്തണം. കാർ അടിച്ചു പോയത്. യമകാലത്ത് പോ, യമകാലത്ത് എടാ ഹീലടിക്കാൻ മറക്കല്ലേ, ഹീലടിക്കാൻ മറക്കല്ലേ. ഫ്രണ്ടിലാണ് പോണ, ഫ്രണ്ടിലാണ് പോണ. ആര് കത്തിപ്പോയ അമ്മ ഇപ്പൊ അടിച്ചു ഇല്ല കൊറേ. അപ്പൊ നമ്മുടെ കൂടെ ടീം ചാവും മൊത്തത്തില്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ കൂട്ടത്തിലുള്ള അല്ല ഈ ബാക്കിലെത്തല്ല പേടിയാവുന്നു. നമ്മ അറിയാൻ പറ്റുന്നില്ല ഏട്ടന്മാർക്ക്. അവർക്ക് പ്ലെയിൻ അക്കൗണ്ട് ഇവിടത്തെ കണ്ണിന് എന്താ റേഞ്ചില്ലാത്ത ഷോഗർ റേഞ്ച്. ഇപ്പൊ നമ്മള് ചാവണ്ട സമയമല്ലോ. അവന്മാര് വേറെ സാറല്ലേ കത്തിയില്ല മറ്റേ അവിടെ അവിടെ അങ്ങോട്ട് പോകണം. ആരാര്
ഈ കുന്നാളെ ഇറങ്ങല്ലെന്ന് പറഞ്ഞു ബാക്ക്. എന്റെ ദൈവമേ, ടീം ഫയർ കളിച്ചാണല്ലേ. അടി മാർക്കുണ്ടോ ഇവിടെ? മാർക്ക് അടി മാർക്കുണ്ടോ? ഈ മാർക്കുണ്ടോടാ? ഈ മാർക്ക് ദേ, ഈ മാർക്ക് ദേ, ഇവിടുന്ന് ഈ മാർക്ക് നോക്ക്. ഇതും തപ്പി. ടീം ഫയർ ആണോ ഇത്? പിങ്ങിന്റെ തോന്നാ. ഈ ടീമൊക്കെ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ബുദ്ധിയില്ലാത്തവരെ കൊണ്ട് തോറ്റി. കണ്ടികളെ മണിയാഴിയ മാർക്കുണ്ടോടാ? വീട്ടിലുണ്ടോ? ഈ മാർക്ക് നോക്ക്. കാണുന്നില്ലല്ലോ. കിട്ടി അവനെ പ്ലക്ക് പോ. കിടക്കട കണ്ടികളെ നിന്റെയൊക്കെ കുത്തിക്കട അങ്ങ് തീർന്നോടാ. നിനക്കൊക്കെ എന്നെ തൊടണമല്ലടാ. നിനക്കൊക്കെ എന്നെ തൊടണമല്ലടാ. എടാ നിന്റെയൊക്കെ കിഴയും കഴിഞ്ഞോടാ. നിനക്കൊക്കെ എന്നെ തൊടണമല്ലടാ. എടാ ട്രിക്സിനെ പിടിയടാ. കണ്ണിനെ പിടിയാ. കണ്ണിനെ വേണം. രണ്ടുപേര് യൂട്യൂബിൽ തന്നെ നടുക്കായിട്ട് കത്തിപ്പോയല്ലോ. അമലിനി വരത്തൊന്നുമില്ല. എടാ വെള്ളം മുടിയുള്ളവനെ ട്രിക്സൊക്കെ മറ്റേ നമ്മൾ വെടിവെക്കുന്ന കണ്ടപ്പോഴേ മറ്റേ ഫിക്സ് തന്നു തീർന്നു. ഫിക്സ് തന്നു വീണവനാ ട്രിക്സ് നമ്മൾ വെടിവെക്കുന്ന കണ്ടപ്പോഴേ. കണ്ണാ പിങ്ങി വന്നേ എവിടെ വരുന്നു വെള്ളം മുടിയടാ. വെള്ളം മുടി അവൻ തന്നെ കണ്ണാടി ഇവൻ തന്നെ ഇവനല്ലേ? ഇത് തന്നെ നമുക്ക് കൂടെ വന്ന് നമുക്ക് സംസാരിക്കാം. വാ. നിനക്ക് എന്താണ് എന്റെ ക്യാരക്ടർ മാറ്റണമെന്നോ? എടാ നിനക്ക് എന്റെ ക്യാരക്ടർ അങ്ങ് തോലിക്കണമെന്നോ? നീയല്ല നിന്നെ പോലുള്ള 10 കിഴങ്ങൻ ട്രിക്സ് വന്നാൽ പോലും മനസ്സിലായി എന്റെ ക്യാരക്ടറിന് ഒരു മാറ്റം പറ്റില്ല. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം. നിനക്ക് ഇനി സിറ്റിയിലെ ഒരു ശല്യം പോയിട്ട് മനസ്സിലായി. നീ സിറ്റിയിൽ ഇറിറ്റേറ്റ് ആയിട്ട് നീ ഇറങ്ങിപ്പോണ്ട അവസ്ഥ വരെ ഉണ്ടാക്കും. മനസ്സിലായോ? നിന്നെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശല്യം ചെയ്യലാണ് എന്റെ പരിപാടി. ഇനി എട്ടോ കണ്ടി ട്രിക്സ് നിനക്ക് ഇനി എന്റെ ക്യാരക്ടർ മാറ്റണമെന്ന്. എടാ കഴിവുകെട്ട കണ്ടി. നീ എന്താ പറഞ്ഞ? നീ എന്താ തൊലിയായിരുന്നല്ലോ? എന്താ പെണ്ണനോ? ആരാടാ പെണ്ണൻ? നീയാണ് പെണ്ണ, യഥാർത്ഥ പെണ്ണ. മനസ്സിലായോ? 24 മണിക്കൂർ നീ പെമ്പിള്ളാരോടെ കറങ്ങി കിടക്കുന്നത് നീയാണോ പറഞ്ഞത് പെണ്ണെന്ന്? എടാ ഇതാണ് നിന്റെ കഴിവ്, ഇതാണ് എന്റെ കഴിവ്. മനസ്സിലായോ? എന്നെ തൊട്ട് നീ ഇതുപോലെ നീ കിടക്കും. ഓ ഡഫാ ചേടാ ചന്തി തീട്ടം പറ്റി നിന്റെ ലീഡറിനെ ചന്തി തീട്ടം പറ്റി മണ്ടനെ അവനൊന്നും അറിഞ്ഞൂടാ. അവനങ്ങനെ മറ്റേ ചന്തി തീട്ടം പറ്റിയെന്നല്ലേ? എടാ ഇത്രയുള്ള ട്രിക്സ്. നിന്റെ ലീഡറും നിന്റെ കോളിഡറും ചന്തി തീട്ടം പറ്റി കിടക്കുക. ഇപ്പഴും നീ ഇവിടെ മാസ് അടിച്ചോണ്ടിരിക്കും. മനസ്സിലായോ?
മനസ്സിലാടാ? കണ്ടി അവന്റെ കണ്ടി അവന് ഈ മറ്റേ എന്റെ ക്യാരക്ടർ മാറ്റണമെന്ന്. നീയല്ല നിന്റെ 10 എണ്ണം നിന്നെ പോലെ 10 20 എണ്ണം വന്നാലും എന്റെ ക്യാരക്ടറിന് മാറ്റമല്ലേ? മനസ്സിലാടാ? നിനക്ക് ബുദ്ധിമുട്ടാണ്. നീ ബുദ്ധിമുട്ട് സഹിക്കണോടാ. ഇല്ലെങ്കിൽ നീ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിട്ടെ മറ്റേ കിഴങ്ങനെ പോലെയാണോ? മനസ്സിലായോ? എടാ ശിഖണ്ഡിയെ പോലെയാണോ നീ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിട്ട്? നീ ഗ്യാങ് കളിക്കണോ? നീ സഹിക്കണം തന്നെ. മനസ്സിലാണോ? നിനക്ക് വേണ്ടി മാറണ സ്വഭാവം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നെ അടിച്ചെന്ന് അടി കിട്ടിയപ്പോഴേ മനസ്സിലായി പിന്നെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാടാ സാരി ഉടുത്ത് നടക്കണം. ഇതിലും ഭേദമാടാ അന്തസ്സുണ്ടോ സാരി ഉടുത്ത് നടക്കുന്നവർക്ക്. ഇതിലും ഭേദം സാരി ഉടുത്തവർക്ക് ഇതിലും അന്തസ്സുണ്ടാ. കഴിവ് കേട്ടവനെ കണ്ടി വന്നേക്കുന്നവൻ അവൻ എന്റെ ഇത് പറഞ്ഞില്ല. ഞാൻ അമ്പിയാണോ? ഞാൻ എടാ എനിക്കറിയാം എവിടെ എങ്ങനെ നിക്കണമെന്ന്. നീയാണ് മനസ്സിലായി യഥാർത്ഥ അമ്പി. നീ ഇപ്പോഴും ആ പഴയ കാര്യം പഠിച്ചിരിക്കുക. ഇന്ന് മര്യാദയ്ക്ക് ഗ്യാങ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്ക് നീ എന്താടാ നീ എങ്ങനെ നിന്നത്? നീ കണ്ടിയെ പോലെ നിന്നല്ലോടാ. നീ കണ്ടിയെ പോലെ. അയ്യോ ബ്രോ പഴയ കാര്യം പറയല. ആരാടാ പഴയ കാര്യം പറഞ്ഞ? നീ എല്ലാം തോലിച്ചൊക്കെ പഴയ കാര്യമുണ്ട്. സാരി തുമ്പ അവന്റെ കേൾപ്പ് അവനെങ്ങനെ അങ്ങ് ഗ്യാങ് ഹൗസ് വെച്ച് അവനെങ്ങനെ മറ്റേ ഉണ്ടാക്കുന്നവൻ നിന്റെ കോണത്തിലെ. പിന്നെ ഇതുകൊണ്ട് തീർന്നു ഞങ്ങളുടെ ട്രിക്സേ. നീ കോണോനില്ല നീ എന്റെ ഗ്യാങ് ഹൗസിൽ കൂടെ ഓടുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് വരുമല്ലോ. നീ കോണോനില്ല നീ നീ ഇത് കഴിഞ്ഞ ടീപ്പിലുള്ളവന്മാരെ തലേ മുണ്ടിട്ട് കിടന്നോ. തലേ മുണ്ടിട്ട് നമ്മൾ പിള്ളേരെല്ലാരും നിന്നെ ഹോസ്റ്റ് ചെയ്തെടുത്തിരിക്കും. അന്ന് നീ പറഞ്ഞു അല്ലടാ ഇവന്റെ അടുത്ത് ഇനി സിറ്റുവേഷൻ എടുക്കുമ്പോൾ പറയും അയ്യോ ബ്രോ ഇപ്പോഴത്തെ പഴയ ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഇപ്പോഴും വരുന്നേ? അതൊന്നുണ്ടല്ലോ. എനിക്ക് ഒരുത്തനെ ഒരുത്തനോ ഉയർത്താനോ തളർത്താനോ ആണെങ്കിലടാ എന്റെ ബൈബിൾസ് ഇതൊക്കെ എടുത്ത് ഉത്തരത്തി വെക്കണേ. അവനെ കണ്ടി അവൻ ടീ സ്ലാഷ് മീ ഇടുന്നു. അവന്റെ മെസ്സ് ചന്തിയില 2.5 കിലോ തീട്ടം പറ്റിയിരിക്കുക തൂറി. ഇവൻ വെടികൊണ്ടല്ലേ മരിച്ചത്. നമ്മൾ ഇവന്റെ ടീമേറ്റ്സിനെ കൊല്ലുന്നുണ്ട്. ഫിക്സ് ഒന്ന് മരിച്ച ഇവൻ വെടികൊണ്ട് വീണോന്നല്ല. നമ്മുടെ ഇവന്റെ ടീമേറ്റ്സ് വീഴുന്നുണ്ട്. ഫിക്സ് ഒന്ന് വീണത് ഇവൻ അതിനുള്ള കഴിവൊന്നും കളിയാ. ഇവര് സാരി ഉടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? അത് മാത്രമുണ്ട്. ബാക്കി എല്ലാവരും പൊക്കിയ എല്ലാം അവരെ കത്തിക്കണ്ട. നിന്നെ വിട്ട കൊണ്ട് പിരിയാൻ തോന്നില്ല.